അപ്പൊ മാമുക്കോയുടെ ജീവിതം നമ്മളിങ്ങനെ കാണുകയാണ്. കാരണം സിനിമയ്ക്കും അപ്പുറം ഉണ്ടായിരുന്ന മാമുക്കോയ എന്ന വ്യക്തി, കോഴിക്കോടുകാരുടെ പ്രിയപ്പെട്ട മാമുക്ക വളർന്നത് ഇങ്ങനെയൊക്കെയാണ്. മാമുക്ക സിനിമയിലേക്ക് എത്തുന്നതിന് മറ്റൊരു വ്യക്തിയും വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തിയിരുന്നു. മലയാളത്തിന്റെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹവുമായുള്ള ബന്ധമാണ് ഈ മരപ്പണിയുമായി നിന്ന മാമുക്കോയെ സിനിമയിലേക്ക് എത്തിക്കാൻ വഴി തുറന്നത്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈകുന്നേരങ്ങളിലെ ഈ കൂട്ടായ്മയിലെ സ്ഥിരം അതിഥിയും കൂടിയായിരുന്നു മാമുക്കോയ. ആയിരത്തി 1979 നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമിയായിരുന്നു മാമുക്കോയയുടെ ആദ്യ ചിത്രം. വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ വേഷം. പിന്നെയും 5 വർഷം കാത്തിരിക്കേണ്ടി വന്നു സിനിമയിൽ മറ്റൊരു വേഷം ലഭിക്കാൻ. അതിന് നിമിത്തമായത് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറും. പിന്നീട് അങ്ങോട്ട് 3.5 പതിറ്റാണ്ടിലധികം മാമുക്കോയ നടന വിസ്മയം തീർത്തത് 450ഓളം ചിത്രങ്ങളിൽ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബേപ്പൂർ വീട്ടിൽ മാംഗോസ്റ്റിൻ മരത്തിന് ചുവട്ടിലെ വട്ടക്കൂട്ടത്തിൽ മാമുക്കോയയും ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ ബേപ്പൂർ സുൽത്താന്റെ നിർദ്ദേശപ്രകാരം എസ് കൊന്നാട്ടിന്റെ സുറുമയിട്ട കണ്ണുകളിൽ മികച്ച വേഷം ലഭിച്ചു. നെല്ലിക്കോട് ഭാസ്കരനും ബഹദൂറുമെല്ലാമുള്ള ചിത്രം. ഇല്ലായ്മകളും കഷ്ടപ്പാടുകളുമൊക്കെ പങ്കുവെക്കാൻ മാംഗോസ്റ്റിൻ ചുവടായിരുന്നു മാമുക്കോയയുടെ അഭയം. ചായയും കഥകളും അനുഗ്രഹങ്ങളും വായ്പയും കിട്ടും. വൈക്കം മുഹമ്മദ് ബഷീർ ചെക്കിൽ മലയാളത്തിൽ ഒപ്പിട്ടാൽ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ട, ഇംഗ്ലീഷിൽ ഒപ്പിട്ടാൽ തിരിച്ചു കൊടുക്കണം. ഇതായിരുന്നു വ്യവസ്ഥ. മലയാളത്തിൽ ഒപ്പിട്ട ഒരുപാട് ചെക്കുകളായിരുന്നു മാമുക്കോയ എന്ന മരപ്പണിക്കാരനായ നാടകക്കാരന്റെ പട്ടിണിയകറ്റിയത്. സിനിമാ നടനായതിനു ശേഷം ഇംഗ്ലീഷിൽ ഒപ്പിട്ട ചെക്കായിരുന്നു പിന്നീട് മാമുക്കോയയ്ക്ക് നൽകിയത്. ജോൺ എബ്രഹാമും സുരാസുവും MS ബാബുരാജും കോഴിക്കോട് അബ്ദുൽ ഖാദറുമൊക്കെയുള്ള സ്നേഹവട്ടത്തിൽ മാമുക്കോയയും ചേർന്നത് ആ മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ വെച്ചായിരുന്നു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. അങ്ങനെ മാമുക്കോയ എന്ന മഹാനടൻ, അദ്ദേഹം പരുവപ്പെട്ടത് എങ്ങനെയാണ്, രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നതിന്റെ വഴികളാണ് നമ്മൾ കണ്ടത്. ഇനിയും മാമുക്കോയുമായി ബന്ധപ്പെട്ട കാഴ്ചകളും വിശേഷങ്ങളും നിരവധിയുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഖബറടക്ക ചടങ്ങുകളും പുരോഗമിക്കും. എന്തായാലും ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് മടങ്ങി വരാം. അപ്പം സൂവിനകത്തു നിന്നും മൃഗശാലയുടെ കാഴ്ചകൾക്കുള്ളിൽ നിന്നുമാണ് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഇടവേള കഴിഞ്ഞ് തിരികെ വരാം.